ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് 1982-ലെയും 1983-ലും UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ. നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ ഇലക്ട് ചെയ്യുന്ന, നമ്മുടെ രാഷ്ട്രപതിയെ ഇലക്ട് ചെയ്യുന്ന ആരൊക്കെ ചേർന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആരൊക്കെ ചേർന്നാണ്? എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. നമ്മുടെ പാർലമെന്റിലെ ലോക്സഭ, രാജ്യസഭ അവിടെ എലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ, അതായത് എന്താണ്? നമ്മുടെ നിയമസഭ അസംബ്ലികൾ. The president is elected by the members of an electoral college consisting of the elected members of both the houses of parliament, that is Rajya Sabha and Lok Sabha, and elected members of the legislative assemblies of states. സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെയും elected members, അതുപോലെ തന്നെ എന്താണ്? യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പോണ്ടിച്ചേരി, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി, അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പ്രസിഡന്റിന്റെ ആ ഒരു ഇലക്ടർ കോളേജിനകത്ത് ഇത്രയും ആൾക്കാരുണ്ട്. യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പോണ്ടിച്ചേരിയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെ ഇതിപ്പോ നമ്മള് 1983-ലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രസിഡന്റിന്റെ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ മറന്നുപോയി, 81 ആണോ 80 ആണോ ഏതോ ഒരു വർഷം വൈസ് പ്രസിഡന്റിനകത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ടർ കോളേജിനകത്ത് ആരൊക്കെയാ ഉള്ളതെന്ന്? അതിനകത്തുള്ളതാണ് നമ്മുടെ രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ മെമ്പേഴ്സും വരും, എലക്ടഡ് മെമ്പേഴ്സും വരും, അതുപോലെ തന്നെ എന്താണ്? നോമിനേറ്റഡ് മെമ്പേഴ്സും വരും. എലക്ടഡ് മെമ്പേഴ്സും വരും, അതുപോലെ തന്നെ എന്താണ്? നോമിനേറ്റഡ് മെമ്പേഴ്സും വരും. രാജ്യസഭയിലും ലോക്സഭയിലും എലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും വൈസ് പ്രസിഡന്റ് രണ്ടും കൂടെ മാറിപ്പോവരുത്. വൈസ് പ്രസിഡന്റിന്റെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എലക്ടഡ് മെമ്പേഴ്സും, അതായത് തിരഞ്ഞെടുത്ത പ്രതിനിധികളും അതുപോലെ തന്നെ നിയമിച്ചവരും എലക്ട് ചെയ്തവരും നോമിനേറ്റ് ചെയ്തവരും ഇൻക്ലൂഡഡ് ആണ്. പ്രസിഡന്റിന്റെ വരുമ്പോൾ ലോക്സഭയും രാജ്യസഭയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും അതുപോലെ തന്നെ ഡൽഹിയിലെ പോണ്ടിച്ചേരിയിലും എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് വരുന്നത്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. The concept of welfare state is included in the Constitution of India. നമുക്കറിയാം വെൽഫെയർ സ്റ്റേറ്റ് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്, DPSP. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്, കടം കൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിക്കേ, ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ടു ദ ലോക്സഭ ബൈ ദ പ്രസിഡന്റ്? ലോക്സഭയിലേക്ക് പ്രസിഡന്റിന് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 പേരെ നോമിനേറ്റ് ചെയ്യാം. ലോക്സഭയാണെങ്കിൽ 2 പേരെ, ലോക്സഭയാണെങ്കിൽ പ്രസിഡന്റിന് 2 പേരെ നോമിനേറ്റ് ചെയ്യാം. രാജ്യസഭയാണെങ്കിൽ എത്ര പേരെയാണ്? രാജ്യസഭയാണെങ്കിൽ 12 പേരെയും നോമിനേറ്റ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. The president nominates 2 members to the Lok Sabha and 12 members to the Rajya Sabha. The members are nominated from the Anglo-Indian community. എവിടെന്നാ ഈ ലോക്സഭയിലേക്ക്, അതായത് 2 പേരെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? If or she is of the opinion that the community is not adequately represented in the Lok Sabha. അതായത് ലോക്സഭയിൽ അവർക്ക് ആവശ്യത്തിന് ഇതില്ല, അവരുടെ ഒരു റെപ്രസെന്റേഷൻ അവിടെ കുറവാണെങ്കിൽ എന്താണ്? അവരുടെ മെമ്പേഴ്സ് അവിടെ കുറവാണെങ്കിൽ 2 പേരെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ലോക്സഭയിലേക്കാണെങ്കിൽ 2 പേരെയാണ് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. രാജ്യസഭയിലേക്കാണെങ്കിൽ 12 പേരെയാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 331 പ്രകാരമാണ് ലോക്സഭയിലേക്ക്. ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, 331 പ്രകാരമാണ് ലോക്സഭയിലേക്ക് എത്ര പേര്? 2 പേര് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾസ്. The dispute regarding the election of President of India is to be referred to. നമ്മൾ കണ്ടതാണ് പ്രസിഡന്റിന്റെ election ആരാണ്? സുപ്രീം കോർട്ടാണ്. നമ്മൾ കണ്ടതാണ്, എന്തെങ്കിലും ഒരു വഴക്ക് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. If president wants to resign, he should address his resignation letter to the പ്രസിഡന്റിന് രാജിവെക്കണമെങ്കിൽ രാജിക്കത്ത്, റെസിഗ്നേഷൻ ലെറ്റർ ആർക്കാണ് കൊടുക്കേണ്ടത്? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. സ്പീക്കർ ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കൊടുക്കേണ്ടത്.
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഇസ് റെസ്പോൺസിബിൾ ടു, നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഇവരുടെ തന്നെ PYQ ആണ് UPSC. ലോക്സഭയോടാണ് അവർ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ യൂണിയൻ. ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് കോമൺസ്, നമ്മുടെ എന്താ ഹൗസ് ഓഫ് പീപ്പിൾ ആണ് അല്ലെ, ജനങ്ങളുടെ ഇതാണ്. അപ്പൊ അങ്ങോട്ടാണ് കടപ്പെട്ടിരിക്കുന്നത്. When a money bill is passed by the parliament, the president has the power to, അതായത് പാർലമെന്റ് മണി ബില്ല് പാസ് ചെയ്തു. ലോക്സഭയ്ക്കാണ് കൂടുതലും അവകാശങ്ങൾ ഉള്ളത്. പ്രസിഡന്റിന്റെ അധികാരം എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടേൺ ഇറ്റ്, അദ്ദേഹത്തിന് അമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശമുണ്ടോ? ഇല്ല. റിജക്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. കെപ്റ്റ് ഇറ്റ് വിത്ത് യു, അവിടെ തന്നെ വെക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. പക്ഷേ റിട്ടേൺ ഇറ്റ് ഫോർ റീകൺസിഡറേഷന് വേണ്ടി, അതായത് ഒരു റീകൺസിഡറേഷന് വേണ്ടി അദ്ദേഹത്തിന് തിരിച്ചയക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സൊവേണിറ്റി, നമ്മുടെ സൊവേണിറ്റി പരമ അധികാരം പ്രൊട്ടക്ട് ചെയ്യാൻ, അപ്ഹോൾഡ് ചെയ്യാനും സംരക്ഷിക്കാനും, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, യൂണിറ്റി ഏകത്വം, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അത് എവിടെയാണ് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് എന്ന്, ഇതിനകത്ത് എവിടെയാണ് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണ്. ഓപ്ഷൻ സി ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ. ഫിനാൻസ് കമ്മീഷൻ ഇസ് അപ്പോയിന്റഡ് ഫോർ, എന്തിനു വേണ്ടിയ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. മേക്കിംഗ് റെക്കമെൻഡേഷൻ ടു ദ പ്രസിഡന്റ് റിഗാർഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ടാക്സസ്, അതായത് ടാക്സിന്റെ ഇത് യൂണിയനും സ്റ്റേറ്റ്സിനും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് ആർക്ക്? പ്രസിഡന്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 280 ആണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ബാക്ക്വേർഡ് ഏരിയാസിന് വേണ്ടി സ്റ്റേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. PSC ചോദിച്ചതാണ് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇതും PSC ചോദിച്ചതാണ്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഡിഗ്രി പ്രിലിംസിന് PSC ചോദിച്ചതാണ്. അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 5 വർഷമാണ് അവരുടെ കാലാവധി. 5 മെമ്പേഴ്സ് ഉണ്ട് അവരുടെ ഇതിനകത്ത്, ഒരു ചെയർമാനും അതുകൂടാതെ 4 പേരുമാണുള്ളത്. ഫിനാൻസ് കമ്മീഷന്റെ ഈ ക്വസ്റ്റ്യനും ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനും PSC ചോദിച്ചതാണ് ഡിഗ്രി പ്രിലിംസിന്. The 45th amendment to the Indian Constitution relates to, 45ാമത്തെ അമെൻമെന്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എക്സ്റ്റൻഷൻ ഓഫ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സീറ്റ്സിന്റെ റിസർവേഷൻ, അതിന്റെ എക്സ്റ്റൻഷൻ ആണത്. ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് പാർട്ടിലാണ്? ഇപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പാർട്ട് 4ലാണ്. പാർട്ട് 3 ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും, പാർട്ട് 4 ആണെങ്കിൽ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണ് ഇതിനകത്ത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു ഇക്വാളിറ്റി നമ്മളുടെ മൗലിക അവകാശമാണ്. പഞ്ചായത്ത് രാജ് ഇസ് മെയിൻലി എയിംഡ് അറ്റ്, എന്താണ് പഞ്ചായത്ത് രാജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആണ് അതിനകത്ത് വരുന്നത്. അഗ്രികൾച്ചർ റൂറൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റുമാണ് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെജിസ്ലേറ്റർ ക്യാൻ എ നോൺ മെമ്പർ ബി ദ പ്രിസൈഡിംഗ് ഓഫീസർ, ആ സഭയിലെ ആ ലെജിസ്ലേറ്ററിലെ മെമ്പർ അല്ല, പക്ഷെ അദ്ദേഹം അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം രാജ്യസഭയാണ് അല്ലേ. രാജ്യസഭ ഈസ് ദ ലെജിസ്ലേറ്റർ ഇൻ വിച്ച് വേർ എ നോൺ മെമ്പർ ക്യാൻ ബി പ്രിസൈഡിംഗ് ഓഫീസർ. നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷെ അദ്ദേഹം രാജ്യസഭയിൽ മെമ്പർ ആണോ? അല്ല. ഈസ് ദ ലെജിസ്ലേറ്റർ ഇൻ ഇന്ത്യ വേർ എ നോൺ മെമ്പർ ക്യാൻ ബി പ്രിസൈഡിംഗ് ഓഫീസർ. ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രിസൈഡ്സ് ഓവർ ദ രാജ്യസഭ. ആരാണ് അധ്യക്ഷൻ? രാജ്യസഭയുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷെ അദ്ദേഹം ഹൗസിലെ മെമ്പർ ആണോ? അല്ല. അപ്പൊ എന്താണെന്ന് എടുത്തു ചോദിച്ചാണ് അത്. It is often said that the key to the minds of the makers of our constitution is lies in, എന്താണ് എന്റെ മീനിങ്? ഇറ്റ് ഈസ് ഓഫ്റ്റൻ സെഡ് ദാറ്റ്, അതായത് എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കളുടെ മനസ്സിന്റെ താക്കോൽ എവിടെ ഉണ്ടെന്നാണ് പലപ്പോഴും പറയാറ്. അവിടെ ഉണ്ടെന്നാണ് പലപ്പോഴും പറയാറ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കളുടെ മനസ്സിന്റെ താക്കോൽ അവിടെ ഉണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. എവിടെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രയാമ്പിൾ ആണ്. പ്രയാമ്പിൾ, നമ്മുടെ പ്രയാമ്പിളിനകത്താണ്, നമ്മുടെ ആമുഖത്തിനകത്താണ് നമ്മുടെ ഭരണഘടനയുടെ എന്താണ് നിർമ്മാതാക്കളുടെ മനസ്സിന്റെ താക്കോൽ എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ പ്രയാമ്പിൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഐഡന്റിറ്റി കാർഡ്, രാഷ്ട്രീയ ജാതകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്
ഒരുപാട് നമ്മുടെ പ്രയാമ്പിൾ, നമ്മുടെ ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷന് ആമുഖത്തിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം, നമ്മൾ ഇപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഇതൊക്കെ. ഈ ഫിനാൻസ് കമ്മീഷന്റെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ അത് PSC ചോദിച്ചതാട്ടോ. 2 ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് നമ്മൾ കഴിഞ്ഞ 9080 ആണോ 9082 ആണോ നമ്മളൊരു PYQ കണ്ടതാണ്. ഈ ഓപ്ഷനും ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് PSC ചോദിച്ചത്. അപ്പൊ നമ്മൾ ഷുവറായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ അമെൻമെന്റ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പറയുന്ന ഒരുപാട് അമെൻമെന്റ്സ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.